ഇതാ ഇന്ന് തിരുത മീൻ വറക്കാൻ പോവാണ് കേട്ടോ. തോരനായിട്ട് ഞാൻ രാവിലെ പാവയ്ക്ക വെച്ചു. പാവയ്ക്ക തോരനുണ്ട്. അപ്പം തിരുത വറുത്തേക്കാന്ന് വിചാരിച്ചു. നമുക്ക് വറക്കാൻ പരട്ടി വെക്കാമേ. അധികം വെക്കാനൊന്നും നേരമില്ല. വിശപ്പിൻ്റെ വിളി വന്നു തുടങ്ങി. കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഒക്കെ ഇട്ടിട്ട് പരട്ടി വെക്കാം. ഇത്തിരി ഗരം മസാല കൂടി ഇടാവേ. കുറച്ച് മതി. ഇതൊന്ന് പരട്ടി വെക്കാം. ഇഞ്ചി വെളുത്തുള്ളി ഒന്നും ചേർക്കുന്നില്ല. തട്ടിക്കൂട്ട് കേട്ടോ. 5 മിനിറ്റ് കഴിയട്ടെ. അപ്പോഴേക്കും ചോറ് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ചോറ് തിളയ്ക്കും. അന്നേരത്തേക്ക് നമുക്ക് മീൻ വറക്കാം. അപ്പം അതാ നമുക്ക് ഇതിൽ തന്നെ പാചകം ചെയ്യും. ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ചോറ് തിളപ്പിച്ച് വന്നെയുള്ളേ. കറിവേപ്പില ഇട്ടാൽ നല്ലതാ കേട്ടോ. കറിവേപ്പില ഇട്ടില്ല. ഇനി ഒരെണ്ണം കൂടെ പൊടിക്കണം. അപ്പോൾ ഒറ്റയടിക്ക് പണി കഴിഞ്ഞു. നടുക്കിടാം അല്ലേ. അഞ്ഞ് നിറച്ചു. ചോറ് വറക്കട്ടെ. ഇതാ ഇന്ന് അവക്കാഡോ ജ്യൂസാണ് കേട്ടോ. അവക്കാഡോ ജ്യൂസ്. ഞാനിത് വെറുതെ തിന്നും. വിനുവിന് ജ്യൂസ് അടിച്ചു കൊടുക്കുവേ. എനിക്ക് വെറുതെ കഴിക്കണതാണ് ഇഷ്ടം. ജ്യൂസ് അടിച്ചാൽ ഇഷ്ടം. അപ്പം അടിപൊളിയല്ലേ. വെറുതെ ഇതാ ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മുടെ നാട്ടിലേത് അത്ര പോരാ. എനിക്ക് വെച്ചാൽ നമ്മുടെ നാട്ടിലേത് അധികം കഴിക്കാൻ പറ്റില്ല. ഇത് പക്ഷേ ഒരെണ്ണം ഫുള്ള് കഴിച്ചാലും നമുക്കൊന്നും തോന്നില്ല കേട്ടോ. ഇതിൻ്റെ പുറം കണ്ടോ ഇങ്ങനെയാണ് ഇരിക്കണേ. നമ്മുടെ നാട്ടിലേത് പച്ച കളറാണ്. ചുവന്ന് വരും. പക്ഷെ ഇത് ഇങ്ങനെ വെറുതെ കഴിക്കാം. അടിപൊളിയാ. നമ്മ ചെടിക്കില്ല. ഈ സലാഡ്സിലൊക്കെ ഇട്ട് കഴിക്കുന്ന കാണാൻ പാടില്ല എല്ലാവരും. മിനുവിന് ഞാൻ ജ്യൂസ് അടിച്ചു കൊടുക്കും. മിനു അല്ലാതെ കഴിക്കില്ല. അപ്പം ജ്യൂസ് അടിക്കും. പഴം ഉണ്ടെങ്കിൽ പഴമിട്ടടിക്കാം. പഴമില്ലെങ്കിൽ കുറച്ച് തേനിട്ടടിച്ചാൽ മതി കേട്ടോ. തേനോ പിന്നെ നമ്മുടെ ബദാം, പിസ്ത, കാഷ്യൂനട്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ടടിക്കാം. നമ്മൾ ഈ ചിപ്സ് അങ്ങനെ ഇങ്ങനെയുള്ള സാധനങ്ങൾ വാങ്ങിച്ച് കഴിക്കുമ്പോൾ അതിന് പകരമായിട്ട് നമ്മൾ കാഷ്യൂനട്ട്, പിസ്ത അങ്ങനെയുള്ള സാധനങ്ങളില്ലേ. പക്ഷെ ക്വാണ്ടിറ്റി കുറവായിരിക്കും. ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിപ്പം കുറവാണ്. ഇപ്പോൾ ഒരു ചിപ്സ് എടുത്തു കഴിഞ്ഞാൽ ഒരു ബദാം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് തൃപ്തി വരത്തില്ല. അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. എന്നാലും നമുക്ക് ശരീരത്തിന് ഗുണമാണ്. ഇതാ ഇതിലേക്ക് കുറച്ച് തേൻ ഒഴിച്ചു കൊടുക്കാം. ഇതേ
2 സ്പൂൺ ഒഴിച്ചിട്ടുണ്ട്. പാല് വേണേൽ പാൽ ഒഴിക്കാം കേട്ടോ. തിളപ്പിച്ചാറിച്ച പാല് വേണമെങ്കിൽ ഒഴിക്കാം, അല്ലെങ്കിൽ ഐസ് പാല്. ഞാൻ ദേ വെള്ളം ഒഴിക്കാം. എന്നിട്ട് നല്ലവണ്ണം ജ്യൂസ് അടിച്ചെടുക്കാം. വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇതാ മീൻ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഒടിഞ്ഞു പോയി. തീ കൂട്ടി വെച്ചാൽ പെട്ടെന്ന് കിട്ടും. ആയിട്ടല്ല പക്ഷേ നമ്മുടെ ജ്യൂസ്. ചോറ് റെഡി, മീൻ വറുത്തത് റെഡി, തോരൻ റെഡി. തവി കഴുകാൻ മടിയാണ്. ചോറ്, പാവയ്ക്കാത്തോരൻ. പാവയ്ക്കാത്തോരൻ പൊടിഞ്ഞു പോയി, എന്നാലും സാരമില്ല. മീൻ വറുത്തത് അടിപൊളി. ഒരു കൂട്ടം അവിടെ ഉണ്ട്. നല്ല മാങ്ങ അച്ചാർ. മാങ്ങ അച്ചാർ കുറച്ച് അധികം വേണം. അപ്പൊ ഊണ് റെഡി, കഴിക്കാം. എനിക്ക് ചോറ് ഉപ്പൊന്നും വേണ്ട കേട്ടോ. ചോറിൽ ഉപ്പ്, മീനിൻ്റെ ഉപ്പ് മതി. കറിയിട്ട് കുഴയ്ക്കുമ്പം കറിയുടെ ഉപ്പ് മതി. ആ ചൂടോടെ ആ ചോറങ്ങടെടുത്ത് പാത്രത്തിലോട്ടിട്ട് നമ്മൾ തോരനും അച്ചാറും ഒക്കെ വിളമ്പി ഒരു കഷ്ണം മീൻ വറുത്തതൊക്കെ എടുത്ത് അങ്ങനെ വെച്ച് ഒരു ഉരുളയൊക്കെ ഉരുട്ടി അടിപൊളിയാണ് കേട്ടോ. ഇപ്പൊ ചോറിനിട്ടെ. ബൈ. അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.